നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ ഫണ്ട് ഞാനും സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ആ നന്തൻകോടുള്ള സ്ഥലം വാങ്ങി ഇട്ടത്. ആ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞ് അതിനനുസരിച്ചുള്ള പിരിവ് നടത്തി, യാത്ര നടത്തി, പിരിവ് നടത്തി ബാക്കി വന്ന പൈസയ്ക്കാണ് ആ സ്ഥലം വാങ്ങിയത്. എന്നാൽ അതിനുശേഷം അത് പണയപ്പെടുത്തി കാര്യങ്ങൾ ചെയ്തു. അവസാനം ആ സ്ഥലം രജിസ്ട്രേഷൻ നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെനിക്കറിയില്ല, രജിസ്ട്രേഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല വ്യക്തമായി. എന്നാൽ സംസ്ഥാന അധ്യക്ഷനായി ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം, ഞാൻ ഉപാധ്യക്ഷൻ ആയതിനു ശേഷം കുറേയധികം പിരിവുകൾ, ഫണ്ട് കളക്ഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പേരിൽ നടന്നു. ഈ വസ്തുത പറയുന്നത് ഇത് ഞാനും കൂടെ കുറ്റക്കാരനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫണ്ട് കളക്ഷന്റെ പേര് നടന്നു, ഫണ്ട് കളക്ഷൻ നടത്തി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ഈ ഫണ്ട് കളക്ഷൻ എന്നൊക്കെ പറയുന്നത് പ്രസിഡൻഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. അത് പ്രസിഡന്റിൽ മാത്രം നിക്ഷിപ്തമായി പോകുന്നതാണ്. ആ ഫണ്ട് കളക്ഷൻ നടന്നു. അതിന്റെ യഥാർത്ഥ വിവരം ഇതുവരെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ ഫണ്ടിനെ പറ്റി യാതൊരു വിവരവുമില്ല. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണവും നടന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അത് കഴിഞ്ഞുള്ള സംസ്ഥാന കമ്മിറ്റി വന്നു. ആ സംസ്ഥാന കമ്മിറ്റിയും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു. ഫണ്ട് കളക്ഷൻ നടത്തി, പല പേര് പറഞ്ഞ് ഫണ്ട് കളക്ഷൻ നടത്തി. എന്നാൽ ഇതുവരെ ആ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വന്നിട്ടില്ല. ഈ പണം കണ്ടെത്തുവാൻ വേണ്ടി ഫണ്ട് കളക്ഷൻ നടത്തുന്ന ആളുകൾ, യൂത്ത് കോൺഗ്രസിന്റെ സാധാരണപ്പെട്ട പ്രവർത്തകർ, അവർ തെരുവോരങ്ങളിൽ, കടകളിൽ തെണ്ടിപ്പിറക്കി എടുത്തു കൊണ്ടുവരുന്ന നാണയത്തുട്ടുകൾ വെച്ചുകൊണ്ടാണ്, വീടുകൾ കയറിയിറങ്ങി കൈനീട്ടി സ്വീകരിക്കുന്ന പൈസ കൊണ്ടാണ് ഈ ഫണ്ട് ശേഖരണം നടത്തിയിട്ടുള്ളത്. നാളെ ഈ യൂത്ത് കോൺഗ്രസുകാരുടെ നേരെ നോക്കി ഏതെങ്കിലും ഒരു യുവജന സംഘടന നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് കെട്ടിയ ആ ഫണ്ട് പിരിച്ചിട്ട് ആ കമ്മിറ്റി ഓഫീസ് എവിടെയെന്ന് ചോദിച്ചാൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇളിഭ്യരായി പോകും എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് പാർട്ടി വിട്ട് അന്നത്തെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പോയി. ആ പണം മുഴുവൻ അദ്ദേഹത്തിന് അറിയാമെന്ന് നാളെ ഇവർ പറഞ്ഞാൽ, പറയാൻ പോലും മടിക്കില്ല, അങ്ങനെ പറഞ്ഞാൽ ആ പേടി എനിക്കുള്ളത് കൊണ്ടാണ് ഇതിപ്പോ ഞാൻ പറയുന്നത്. ഇതിനെപ്പറ്റി KPCC നേതൃത്വം വളരെ ഗൗരവമായി, സഗൗരവം ഈ വിഷയം അന്വേഷിക്കണം. ഇത് വലിയൊരു തുകയുടെ അഴിമതി അതിനകത്ത് നടന്നിട്ടുണ്ട്. അത് അന്വേഷിക്കണമെന്ന് പലപ്പോഴും നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവർ ആരും കേട്ടിട്ടില്ല, രേഖാമൂലം കത്ത് നൽകിയിട്ടില്ല. പക്ഷേ ഇത് പൊതുസമൂഹത്തിന് മുമ്പേ ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, വയനാട് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ദുരന്ത ഭൂമിയിൽ വിറങ്ങലിച്ചു നിന്ന ജനതയ്ക്ക് അവരുടെ ഭവനം നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടി കളക്ട് ചെയ്ത ഫണ്ട് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് 2.5 ലക്ഷം രൂപ വെച്ച് കളക്ട് ചെയ്യാൻ അന്നത്തെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും വലിയ ചർച്ചകൾ നടത്തിയ വിഷയമാണ്. 2.5 ലക്ഷം രൂപ വെച്ച് കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും കുറേയധികം അസംബ്ലി കമ്മിറ്റികൾ അത് നൽകുകയും ചെയ്തു. എങ്ങനെ നോക്കിയാലും 2 കോടി രൂപയിലധികം പണം പിരിച്ചിട്ടുണ്ടാകാം എൻ്റെ ഒരു കണക്കനുസരിച്ച്, എൻ്റെ ഒരു വിവരമനുസരിച്ച്. പക്ഷെ ആ പൈസയിൽ 1 കോടി രൂപയുടെ കണക്ക് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അതും എത്രത്തോളം വ്യക്തതയുണ്ടെന്ന് എനിക്കറിയില്ല. അത് KPCC നേതൃത്വത്തിന് കൈമാറും എന്നാണ് അറിയിച്ചത്. അത് KPCC നേതൃത്വം കൈപ്പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഈ വിഷയം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിവുള്ളതുകൊണ്ട് അതിൽ ഫണ്ട് കളക്ഷന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, വിവിധ മണ്ഡലങ്ങളിലുള്ള മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, അവർ പ്രതികളാകരുത് എന്നുള്ളതുകൊണ്ട്, അവരുടെ മേൽ ആളുകൾ കുറ്റം ആരോപിക്കരുത് എന്നുള്ളതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായ അന്വേഷണം KPCC നേതൃത്വം നടത്തണം. അത് നടത്തണം. അതിൽ കുറ്റക്കാരായവർക്കെതിരെ അത് വ്യക്തമായി പൊതുസമൂഹത്തിന് മുമ്പിൽ അത് വ്യക്തമായി തുറന്നു കാണിക്കണം. മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് പറയണം. ഇത്ര രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിക്കോട്ടെ, യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിപ്പെട്ടവരായിക്കോട്ടെ, KPCCയുടെ ആളുകളായിക്കോട്ടെ, അത് എത്ര രൂപ എങ്ങനെ കിട്ടി എന്നുള്ളത് വളരെ വ്യക്തമായി അത് പറയണം. ഇല്ല എങ്കിൽ ഇത് മുഴുവൻ പിരിച്ച് പുട്ടടിച്ച കുറേയധികം നേതാക്കളായി ഇപ്പൊ മത്സരിക്കുന്നവരടക്കം മാറും എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം ഗൗരവമായി പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് പറയുന്നത്.